الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله സത്യവിശ്വാസികളായ സഹോദര സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് പരിപൂർണ മുത്തഖിയായി മുസ്ലിമായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടെന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് മനുഷ്യനെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ ഇബാദത്തെടുക്കുക എന്നതാണ് മനുഷ്യന്റെ ആ ഉത്തരവാദിത്വം. അത് നിർവഹിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണെന്ന് നമുക്ക് കരുതവയ്യ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായി അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് ഇവിടെ ജീവിക്കുക എന്നുള്ളത് വളരെ പരിക്ഷീണിതമായ ഒരു പരീക്ഷണ അടങ്ങിയ ഒരു സംഭവമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ദുനിയാവിൽ നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായ സംഗതികൾ. രണ്ടാമത്, നമ്മുടെ ശാശ്വതമായ ജീവിതത്തിലേക്ക് ആ ദുനിയാവിനെ മാറ്റിയെടുക്കാൻ ഉള്ള ജാഗ്രത. അതാണ് നമുക്ക് പ്രയാസകരമായി ദുനിയാവ് മാറുന്നത്. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചോളം അവന് ദുനിയാവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി.
അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനീൻ വജന്നത്തുൽ കാഫിരീൻ. ഈ ദുനിയാവ് മുഅ്മിനീങ്ങൾക്ക് ഒരു ജയിലറയാണ്, ഒരു തടവറയാണ്. അവർക്ക് പലതും ഇവിടെ നിഷിദ്ധമാണ്. അത് കാണരുത്, കേൾക്കരുത്, തിന്നരുത്, പറയരുത്, പോകരുത്, ചിന്തിക്കരുത്. ഇങ്ങനെ ഒരുപാട് അരുതുകൾ, ഒരുപാട് അതിരുകൾ നമുക്കുണ്ട്. എന്നാൽ ഒരു കാഫിറിനെ, അവിശ്വാസിയെ സംബന്ധിച്ചോളം അവന് സ്വർഗമാണ്. എന്തും തിന്നാം, എന്തും കുടിക്കാം, എന്തും പ്രവർത്തിക്കാം. കാരണം പരലോക ലക്ഷ്യമില്ല, ദുനിയാവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വതന്ത്രരാണ്. എന്നാൽ മുഅ്മിനിന് വളരെ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജാഗ്രതരായിരിക്കണം വിശ്വാസികൾ. അലസത എന്നുള്ളത് നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത വളരെ വലിയ ഒരു രോഗമാണ്. കാരണം നമുക്ക് അലസത കാണിച്ച്, മടി കാണിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ഒരുപാട് പണികൾ ചെയ്തു തീർക്കാനുണ്ട്. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ. അപ്പൊ നമ്മളെ മാത്രം കാത്താൽ പോരാ, നമ്മുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാക്കേണ്ടുന്ന ബാധ്യത, അത്തരം പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. ഇനി അത് മാത്രമാണോ? സമൂഹത്തിന് മേലും നമുക്കൊരു ഉത്തരവാദിത്വം അള്ളാഹു തന്നിരിക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളെ മനുഷ്യർക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെട്ട, പുറപ്പെടുവിപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് നിങ്ങൾ. മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. അവരോട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടിയാണ് നിങ്ങളെ നാം ഒരു ഉത്തമ സമൂഹമാക്കി, ഖൈർ ഉമ്മത്താക്കി മാറ്റിയിട്ടുള്ളത് എന്ന്. അപ്പൊ സമൂഹത്തിനോട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള വളരെ വലിയ ഒരു ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ഇങ്ങനെ വ്യക്തിപരമായും കുടുംബപരമായും സമൂഹമായും വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നിർവഹിക്കേണ്ടവരാണ് വിശ്വാസികൾ. അത് നിർവഹിക്കുമ്പോഴാണ് അവർ സ്വർഗപ്രാപ്തി നേടുന്നത്. ഞാൻ മാത്രം സ്വർഗത്തിലേക്കെന്ന് ചെന്നാൽ അവിടെ സ്വർഗത്തിൽ കയറാൻ പറ്റൂല. അവിടെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് മറുപടി പറയണം, നാം ജീവിച്ച സമൂഹത്തെ കുറിച്ച് മറുപടി പറയണം. ആ മറുപടിക്കനുസരിച്ചാണ് നമ്മുടെ സ്വർഗം. നമ്മൾ ഒരുപാട് ആ വിഷയങ്ങൾ കേട്ടവനാണ് വിശദമായി. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി, അലസത അഥവാ മടി എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നന്മകൾക്ക് അവസരം ലഭിക്കുമ്പോൾ മാറി നിൽക്കുന്ന ചില ആളുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ച ജുമ വലിയൊരു അവസരമാണല്ലോ. അത് ഒരു ആഴ്ചയിലെ പാപം പൊറുക്കാൻ പര്യാപ്തമാണത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരാഴ്ചയിലെ പാപങ്ങൾ പൊറുക്കാൻ. അതിനൊന്ന് നേരത്തെ വന്ന് ആ മലക്കുകളുടെ റെക്കോർഡിൽ ഉൾപ്പെട്ട് അതിന് പരിപൂർണമായ പ്രതിഫലം പല ആളുകൾക്കും അലസത കൊണ്ട്, മടി കൊണ്ട് അത് നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരത്തിൽ മടി കൊണ്ട് അത് നഷ്ടമാകാറുണ്ട്. നമസ്കരിക്കാൻ തന്നെ മടിയുള്ള ആളുകളുമുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുള്ള കടമയുടെ കാര്യത്തിൽ, മാതാപിതാക്കളുടെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ, അവരുടെ വിളിക്കുത്തരം നൽകുന്നതിൽ മടിയും അലസതയും ഉണ്ടാകും. അതുപോലെ തന്നെ ആരോഗ്യമുള്ള സമയത്ത് ആ ആരോഗ്യം, ആ ചെറുപ്പം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി, സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മടി കാണിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിലേക്ക് യുവാക്കളെ ആവശ്യമുള്ള, ഏറ്റവും കൂടുതൽ ദഅവത്ത് നടക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷേ അതിന് യുവാക്കൾക്ക് മടിയാണ്. യുവാക്കൾ അതിലേക്ക് ഇറങ്ങുന്നില്ല. ആളുകൾ ഇസ്ലാമിനെ തീവ്രവും ഭീകരവുമായി, മുസ്ലിങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ജീവിതം കൊണ്ടും ദഅവത്ത് കൊണ്ട്, പ്രബോധനം കൊണ്ടും അത് മാറ്റേണ്ടുന്ന വലിയ ഒരു ഉത്തരവാദിത്വമുള്ള, വളരെ വലിയ തിരക്കേറിയ ഒരു സന്ദർഭമാണിത്. പക്ഷെ അതിന് ആർക്കും സമയമില്ല.
സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ചാൻസ് കിട്ടിയാലും അതെല്ലാം മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കൊടുക്കാൻ, അതെല്ലാം ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മർക്കട മുഷ്ടിയല്ല അതിന് മറുപടി. ചില മുസ്ലിം യുവാക്കളൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷെ അത് അവര് പറയുന്നതാണ് ഇസ്ലാമിന് ദ്രോഹം ചെയ്യുന്നത്. കാരണം അവരുടെ വാക്കുകൾ അങ്ങനെയാണ്. ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച് മോശമാക്കി പറയുമ്പോൾ അത് തിരുത്തുന്നതിന് പകരം നമുക്കതിന് മറുപടിയില്ല എന്ന രൂപത്തിൽ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ തെറി പറയുന്ന, അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തുന്ന മറുപടി അത് പാപ്പരത്വമാണ്. അതിന്റെ ആവശ്യം ഇസ്ലാമിനില്ല. വളരെ കൃത്യമായി വ്യക്തമായി മറുപടി കൊടുക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? യുവാക്കൾ ദഅവാ രംഗത്ത് ഇറങ്ങുകയും ക്ലാസ്സുകളിലും മറ്റും പങ്കെടുക്കുകയും അത് പഠിക്കുകയും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതിന് മൗലവിയോ അല്ലെങ്കിൽ പള്ളിയിലെ ജോലിക്കാരോ ഒന്നും ആവണില്ല. എല്ലാ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണ്. നമ്മുടെ ഐഡന്റിറ്റിയുടെ നിലനിൽപ്പിന്റെ സ്രോതസ്സാണത്. അതുകൊണ്ട് ഇൽമ പഠിക്കണം. ദേവാരംഗത്തേക്ക് യുവാക്കൾ ഇറങ്ങണം. മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ 1-2 തലമുറ കഴിയുമ്പോൾ മുസ്ലിം എന്ന് പറയാൻ, അങ്ങനെ മുസ്ലിമായി ജീവിക്കാൻ പേരിന് മാത്രമുള്ള അവസ്ഥയിലേക്ക് എത്തും. ഇന്ന് ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും കാണുന്നതല്ലേ, മുസ്ലിമാണെന്ന പേരും എന്നാൽ മുശ്രിക്കുകളായി കുഫറുകളായി ജീവിക്കുന്നത്. അതാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഖുർആൻ പഠനത്തിന്, അത്തരം ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നതിന്, ഖുർആൻ ഓതുന്നതിനെല്ലാം മടി. ഇന്ന് ജുമാഅത്ത് പങ്കെടുത്തവരിൽ എത്ര പേർ സൂറത്തുൽ കഹ്ഫ് ഓതി എന്ന് ചോദിച്ചാൽ മറുപടി എത്ര ഉണ്ടാവുമെന്ന് സ്വയം ആലോചിക്കുക. എന്തേ കാരണം? മടി തന്നെ. ഇന്നലെ മഗ്രിബായാൽ ജുമാ ദിവസം വെള്ളിയാഴ്ച ആരംഭിച്ചു. ഇന്ന് ജുമാന്റെ മുമ്പ് വരെ, അല്ലെ ഇനി അസുർ വരെയും സമയമുണ്ട്. ജുമാന്റെ മുമ്പ് വരെ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് ഓതിയോ? അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി വെള്ളിയാഴ്ച വരെ എത്ര പേജ് ഖുർആൻ ഓതി? ഖുർആനിൽ എത്ര ആയത്തിന്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കി നമുക്കൊരു സമയം ഉണ്ടായോ? പിന്നെ എന്തിനാ സമയം? പിന്നെന്തിനാ നമ്മൾ ജീവിക്കുന്നത്? എന്ത് നേടി ഒരാഴ്ച കൊണ്ട്? കുറെ ടെൻഷനും പ്രയാസവും വിഷമങ്ങളല്ലാതെ, അല്ലെ? എന്നാൽ വല്ല അറിവും നേടിയും മനസ്സിന് സമാധാനം കിട്ടുന്ന, പരലോകത്തിന് നേട്ടമാകുന്ന എന്തെങ്കിലും നേടാൻ നമുക്ക് കഴിഞ്ഞോ? അതിന്റെ പ്രധാന കാരണം മടിയും അലസ. നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഓതാം, നാളെ ഓതാം, മറ്റൊന്ന് ഓതാം, അടുത്ത ക്ലാസ്സിൽ പോവാം, അതിന്റെ അടുത്ത ക്ലാസ്സിൽ പോകാം. ഇങ്ങനെ മടി കാണിക്കുന്നു. അള്ളാഹു ആവശ്യപ്പെടുന്നത് മുഅ്മിനീങ്ങളോട് എപ്പോഴും ഊർജ്ജസ്വലരായി, എപ്പോഴും സജീവമായി ഇരിക്കാനാണ്. മടിയന്മാരായി അലസന്മാരായി ജീവിക്കാനല്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി, എന്റെ ഈ ദൃഷ്ടാന്തം കൊണ്ട് നീയും നിന്റെ സഹോദരനും ആ ഫിർഔന്റെ അടുക്കിലേക്ക് പോവുക. വലാ തനിയാ ഫീ ദിക്രി, ഒരു സന്ദർഭത്തിലും എന്നെ ഓർക്കുന്നതിൽ നിന്ന്, എപ്പോഴും എന്നെ ഓർക്കുന്നതിൽ നിങ്ങൾ മടി കാണിക്കാൻ പാടില്ല. നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ വിജയം അതിലാണ്, അള്ളാഹുവിനെ ഓർക്കുന്നതിലാണ്. അതുകൊണ്ട് എനിക്കുള്ള ഇബാദത്തുകളിൽ എന്നെ ഓർക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടമ്മ പറഞ്ഞില്ലേ, ഫഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫറഗബ്. ഓ നബിയെ, യുദ്ധങ്ങൾക്കും യാത്രകൾക്കും പ്രശ്നങ്ങൾക്കും നടുവിൽ അല്പം സമയം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പരിശ്രമിക്കണം നബിയെ. ഇബാദത്തുകൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി അങ്ങ് കൂടുതൽ സമയം കണ്ടെത്തണം. അങ്ങ് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യണം. എല്ലാ മുഅ്മിനീങ്ങളോടുമുള്ള ആഹ്വാനമാണ് അള്ളാഹുവിന്റെ. നിങ്ങൾ തിരക്കിനിടയിൽ കിട്ടുന്ന സമയങ്ങൾ ഇബാദത്തുകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. ആ സമയവും അള്ളാഹ് വെറുക്കുന്ന എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ പരലോകം എന്നത് തീർച്ചയായും കിട്ടൂല. അല്ലെ? നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ലീവ്, ഞായറാഴ്ച എന്നൊക്കെ പറയാം. ഞായറാഴ്ച എന്താ ചെയ്യല്?
ആ ഞായറാഴ്ച സുബീക്കാരും പള്ളിയിലാണ്, ലീവുള്ള ദിവസം ഇന്ന് ലീവ് ഉണ്ട്, എനിക്ക് സാധാരണ സുബീക്ക് അങ്ങനെ എത്താൻ കഴിയലില്ല, ഞാൻ പ്രത്യേകിച്ച് നേരത്തെ പോകട്ടെ എന്ന് ജമാഅത്തിന് അന്ന് സുബീക്ക് കിടന്ന് ഉറങ്ങും. ഇന്ന് ലീവല്ലേ, അന്ന് എണീക്കുന്ന കുറച്ച് നേരം വൈകിട്ടായിരിക്കും. എന്നാൽ എനിക്ക് എല്ലാ ദിവസവും യാത്രക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ ജോലി ഉള്ളതാണ്, ഇന്ന് എനിക്കൊന്ന് ളുഹാ നിസ്കരിക്കണം, ഇന്ന് ഞായറാഴ്ചയല്ലേ. 360 ജോയിന്റുകൾ ശരീരത്തിലുണ്ട്. ആ അവയവങ്ങളെ കൊണ്ടൊക്കെ ഇബാദത്ത് ചെയ്യുന്ന കൂലിയാണ് 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ. എന്നാ ഞായറാഴ്ച ദിവസമാണ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ളുഹാ നിസ്കരിക്കട്ടെ എന്ന് നിസ്കരിക്കലുണ്ടോ? അങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കണം, പരലോകത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. അതുപോലെ ദുനിയാവിന്റെ വിഷയത്തിലും മടി കാണിക്കാൻ പാടില്ല. ഒരിക്കലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ കണ്ടു, ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അപ്പോ ഉമർ ഉമ്മാനെ ഒന്ന് പരിചയപ്പെട്ടു. അപ്പൊ ചോദിച്ചു, നിനക്ക് എന്താ ജോലി ചോദിച്ചു. ഒരു ജോലി ഇല്ല. ഉമർ അല്ലാഹു എന്ന് പറഞ്ഞു, എനിക്ക് ആ മനുഷ്യനോട് വെറുപ്പാണെന്ന്. എന്താ പറഞ്ഞ, എനിക്ക് അദ്ദേഹത്തിനോട് യാതൊരു ബഹുമാനമോ ആദരവോ സ്നേഹമോ ഇല്ല, കാരണം ജോലി എടുക്കാതെ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് യാതൊരു താല്പര്യമില്ല എന്ന് ഉമർ അല്ലാഹുവിനെ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദുനിയാവിന്റെ വിഷയത്തിൽ ചില ആൾക്കാരുണ്ട്, ഒരു ജോലി എടുക്കൂല. ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട്, എനിക്ക് വേറെപ്പിന്റെ അസുഖമുണ്ട്, അതുണ്ട് ഇതുണ്ട് ചെയ്യും. ഇങ്ങനെ ജോലി എടുക്കാതിരിക്കുമ്പോൾ ഓരോ കാരണം കണ്ടെത്തും, എന്നിട്ട് ജോലിക്ക് പോകില്ല. എത്ര വെല്ലുപ്പി വാപ്പി സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ശരി, നീ പണിയെടുക്കണം. നിന്റെ വെല്ലുപ്പി വാപ്പി സമ്പാദിച്ചുകൊണ്ട് നിനക്ക് പണിയെടുക്കാതിരിക്കാന്നല്ലാതെ ഓരോരുത്തരും ജോലി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കഴിക്കുന്നതിനേക്കാൾ രുചികരമായ ഒരു ഉത്തമമായ ഭക്ഷണം ഒരു മനുഷ്യനും കഴിക്കുന്നില്ല. ഓരോരുത്തരുടെയും പ്രൊഫഷൻ എന്താണോ, ജോലി എന്താണോ, ആ ജോലി അനുസരിച്ച് അവനവന് കണ്ടെത്തുന്നതിൽ നിന്ന് സമ്പാദിച്ച് തിന്നണം. ഇനി വാപ്പയും വെല്ലുപ്പി ഉണ്ടാക്കിയതാണെങ്കിലും അത് കൊണ്ടു നടന്ന് കച്ചവടം നടത്തി നിന്റെ വക എന്തെങ്കിലും ഉണ്ടാക്കിയത് നീ കഴിക്കണം. അതാണ് മുസ്ലിമിന്റെ സ്വഭാവം ഉണ്ടാകേണ്ടത്. നോക്കൂ, സലഫുകൾ പറഞ്ഞത് കാണാൻ കഴിയും, അൽ കസ്റു ദാഉൽ ഖിതാൽ, മനുഷ്യനെ കൊല്ലുന്ന രോഗമാണ് മടി, അലസത എന്ന് പറയുന്നത്. അൽ കസ്റു മറദുൽ ഹിമാൽ, മടി മാരകമായ ഒരു രോഗമാണ്, വളരെ മാരകമായ രോഗമാണ്. അതുകൊണ്ട് ചെയ്യണം, അത് ചികിത്സിക്കണം. ചികിത്സയില്ലാത്ത ഒരു രോഗവും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. ചില ആളുകൾക്ക് വിഷാദ രോഗം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും മടി ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര മടിയാണ്, ഡോക്ടറെ പോയി കാണണം. എന്നിട്ട് മെഡിക്കൽ സയൻസ് പ്രകാരം രോഗം ഉണ്ടെങ്കിൽ ചികിത്സ, അതല്ലെങ്കിലോ അതില്ലാത്ത മടിയുണ്ട്, അടി കിട്ടാത്ത മടി. ആ മടിക്ക് എന്ത് ചെയ്യുക, സ്വയം മാറ്റ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നോക്കൂ, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു മനുഷ്യൻ 2 കാര്യങ്ങൾ പിടികൂടും, ഒന്ന് കസ്ല്, ഒന്ന് അജ്സ്. കസ്ല് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാതിരിക്കലാണ്, അതിന് മടി എന്നറിയാം. അജ്സ് എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മയാണ്, രോഗം കൊണ്ടോ പ്രായം കൊണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത അവശതനെ അജ്സ് എന്ന് പറയുക. ഇത് രണ്ടിൽ നിന്നും അള്ളാഹുവോട് അഭയം തേടണം. മടി ബാധിച്ചവന് യാതൊരു നന്മയും ചെയ്യാൻ കഴിയില്ല. അവന് ദുനിയാവിലും അവന് മുന്നേറാൻ കഴിയില്ല. മടിയും അലസതയായി കഴിഞ്ഞാൽ അവൻ ദുനിയാവിൽ ആരുടെ മുമ്പിലും ഒരു സ്ഥാനവും മാനവും വിലയും ഇല്ലാത്തവനായി മാറും. പരലോകത്തിലും മടി കാരണമായി ഒരുപാട് നന്മകൾ അവന് നഷ്ടമായി പോകും. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും കൊള്ളാത്തവനാണ് മടിയന്മാർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മുനാഫിക്കുകളുടെ കപടവിശ്വാസികളുടെ സ്വഭാവമാണ് മടി എന്ന് പറയുന്നത്. ഇന്നൽ മുനാഫിഖൂന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ ഖുസാലാ. മുനാഫിക്കുകളെ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവരെ മടിയന്മാരായിട്ടാണ് നിൽക്കുക. ഹൃദയത്തിൽ ഈമാൻ ഇല്ലാതെ നിസ്കരിച്ച് തീരുന്നത് വരെ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. കുറെ തല ചൊറിയും, കുറെ മൂക്ക് ചൊറിയും, കുറെ കാത് ചൊറിയും, പിന്നെ അവിടെ മാന്തും ഇവിടെ മാന്തും, പിന്നെ കയ്യിൽ നഖം വെട്ടിന്റെ ചെളി ഉണ്ടാൻ നോക്കും, അത് കഴിഞ്ഞ് കുറെ കോട്ടായിടും. മൊത്തത്തിൽ നിസ്കാരത്തിന് യാതൊരു ഭയഭക്തി ഇല്ലാതെ അത് തുടങ്ങി കഴിയുന്നത് വരെ ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ
ചില ആളുകളെ സമീഅല്ലാഹു ലിമൻ ഹമിദഹു പറഞ്ഞു കണ്ടു കഴിഞ്ഞാലേ വല്ലാത്ത ദയനീയതയാണ്. സമീഅല്ലാഹു ലിമൻ ഹമിദഹു കൈ എന്തെങ്കിലും പറഞ്ഞു കൈ പൊന്തുന്നല്ല, വാദം പിടിച്ച മാതിരിക്ക് അല്ല. ഈ ജാതിക്ക് കൈ തട്ടുക അങ്ങനെ അല്ലാഹു ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ തക്ബീറത്തുൽ ഇഹ്റാം, കൈ നിവർത്തിയിട്ടുണ്ട് തക്ബീറത്തുൽ ഇഹ്റാം അല്ല. മടിയന്മാരുടെ രക്ഷണ. അതുകൊണ്ടാണ് നമസ്കാരവും നഷ്ടപ്പെടും, നന്മകൾ നഷ്ടപ്പെടും. ഇബാദത്തുകളിൽ കൃത്യമായി ഗൗരവത്തോടെ അതിന്റെ പ്രാധാന്യത്തോടെ മഹത്വം മനസ്സിലാക്കി ഓരോ കാര്യം ചെയ്യണം. തോന്നിയത് പോലെ ചെയ്താൽ പറ്റൂല. അതുപോലെ ചില ആളുകൾ അത്തഹിയ്യാത്ത് സുജൂദിന് കിടക്കുമ്പോൾ രണ്ടു കാലം പൊന്തിച്ച് കിടക്കണം, രണ്ടു കാലത്ത് പരത്തി സുജൂദിന് രണ്ടു കാലുകളും ചേർത്ത് വെക്കണം. അതുപോലെ സുജൂദിൽ കൈയിന്റെ വിരലുകൾ നിവർത്തി ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചാൽ ചിലക്കാണ് ഇങ്ങനെ വെക്കുകയാണ്, ചില ഇങ്ങനെ വെക്കുകയാണ്. കൈയിന്റെ മുട്ടുകൾ നിലത്ത് മുട്ടാത്ത രൂപത്തിൽ കൈ ഇങ്ങനെ കിബിലക്ക് നേരെ വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെച്ചോണ്ട് സുജൂദ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ മടിയുടെ അനസരിയുടെ പര്യായമാണ്. അതൊക്കെ അത്ര മദീന, അത്ര മതി പഠിച്ചോൾക്ക് വേണ്ടത്. അള്ളാഹു പരിശുദ്ധനാണ്, പരിശുദ്ധമായതേ സ്വീകരിക്കൂ. നിറഞ്ഞ മനസ്സോടെ തഖ്വയോടെ ചെയ്താലേ പഠിച്ചോൾക്ക് കൊണ്ടു, അല്ലെങ്കിൽ വേണ്ട. മുനാഫിഖ് എന്നാ പറഞ്ഞത്. അവർ നമസ്കരിക്കാൻ എന്നാൽ മടിയന്മാരായിട്ടാണ് അവർ നിൽക്കുക. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അവരുടെ ഇബാദത്താവട്ടെ എന്താവട്ടെ എല്ലാത്തിലും അള്ളാഹിനെ കുറിച്ച് ചെറിയ കുറച്ച് ഓർമ്മയുള്ളൂ, ധാരാളമായി ഓർക്കാറില്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മടി എന്നുള്ളത് ഇഹലോകത്തും പരലോകത്തും അത് നഷ്ടമാണ്. മടി കാണിക്കുന്നവൻ അവരുടെ പഠനത്തിലും പ്രവർത്തനങ്ങളിലും ആരാധനകളിലും എല്ലാം പിന്തി നിൽക്കും, എല്ലാം ബാക്കിലായിരിക്കും. പള്ളിയിൽ വന്നാൽ വരെ മടിയാണ്, മുമ്പിൽ പോയിരിക്കാൻ, ഒന്നാമത്തെ സഭ പോയിരിക്കാൻ മടിയാണ്, അല്ലെ? അങ്ങനെ എല്ലാത്തിനും ഒരു പിന്തും ദുനിയാവിലും ആഖിറത്തിലും ഒരു പിന്നാലെയായിരിക്കും. നോക്കൂ, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിന്, ഈ അബ്ദുൽ മലിക് കുടുംബത്തിന് രാജാധികാരം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? അപ്പൊ അദ്ദേഹം പറയണ, ഞങ്ങളുടെ മുൻഗാമികള് രാവിലെ സുഖമായി കിടന്നുറങ്ങും, സുബഹിന്റെ സമയത്ത് ദുഹയുടെ സമയത്തൊക്കെ സുഖമായി കിടന്നുറങ്ങും, ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കേണ്ട പണിയെടുക്കേണ്ട ഉത്സാഹമുള്ള സമയത്തായി കിടന്നു. രാത്രിയിൽ ഫുള്ള് കള്ളുടിക്കും. രാത്രിയിൽ കള്ളുകുടിയും നൃത്തവും പാട്ടും, പകല് ആ ദുഹറിനുള്ള സമയത്ത് സുഖമായി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിന് രാജാധികാരം നഷ്ടപ്പെടാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ജോലി ചെയ്യേണ്ടുന്ന പ്രവർത്തിക്കേണ്ടുന്ന സമയത്ത് അലസതയും മടിയും ഉറക്കവുമായാൽ അത് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെ രാവിലെ നേരത്തെ ഉറങ്ങില്ലേ, രാവിലെ സമയത്ത് കച്ചവടമാണെങ്കിലും യാത്രയാണെങ്കിലും എന്താണെങ്കിലും ആ സമയത്ത് നിങ്ങൾ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂല് യുദ്ധത്തിനൊക്കെ സൈന്യങ്ങളെ അയക്കുമ്പോ പുലർച്ചെ തന്നെ, അത് രാവിലെ തന്നെ പറഞ്ഞയക്കുമായിരുന്നു. കച്ചവടത്തിന്റെ സ്വഹാബത്തോട് അതിരാവിലെ യാത്ര ചെയ്യാൻ പറയുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് പ്രഭാതവേളയിൽ നീ അനുഗ്രഹം ചെയ്യണേ. ആ പ്രാർത്ഥന കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതിന് തടസ്സമുണ്ടോ? ആ പ്രാർത്ഥന കിട്ടണം എന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ വന്ന് കാര്യങ്ങൾ ചെയ്യണം, അല്ലെ? ഈ വിശ്വാസമൊന്നും ഇല്ലാത്ത ആൾക്കാർ 7 മണിക്ക് 8 മണിക്ക് കട തുറക്കും. നമ്മോട് പറയാൻ നമുക്ക് പല ന്യായങ്ങളാണ്. ആൾക്കാർ അത്ര മണിക്ക് വരുള്ളൂ, ഇത്ര മണിക്ക് വരുള്ളൂ. അതാൽ ഇവിടെ കച്ചവടം നടന്നോ ഇല്ലേ, നിന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ട്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ പൈസ കിട്ടലല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറെ പൈസ കിട്ടലാണെന്ന് വിചാരിച്ച ചില ആൾക്കാര് അല്ല. കിട്ടിയത് ഉപകാരപ്പെടല, കിട്ടിയത് വേസ്റ്റ് ആകാതിരിക്കല, ദുർച്ചലവ് വരാതിരിക്കല, നഷ്ടമാകാതിരിക്കല. അതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? രാവിലെ നേരത്തെ കച്ചവടം, രാവിലെ നേരത്തെ യാത്ര, രാവിലെ നേരത്തെ ജോലി, അല്ലെ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥന കിട്ടുമെങ്കിൽ ആ സമയത്ത് കിടന്നുറങ്ങിയാൽ കിട്ടൂല.
ആ സമയത്ത് ചെയ്യാതിരുന്നാൽ കിട്ടൂല. അതുകൊണ്ട് തന്നെ തവക്കുലുണ്ടാവണം. അലസതയും മടിയും മാറ്റിക്കൊണ്ട് അള്ളാഹു തവക്കുൽ ചെയ്തുകൊണ്ട് റബ്ബ് തരും എന്ന ഒരു ചിന്തയിൽ നമ്മൾ ഇറങ്ങണം, പണിയെടുക്കണം. അള്ളാഹു നടക്കൂല എന്ന് വെച്ചാൽ നടക്കൂല, നടക്കും. അള്ളാഹിന്റെ എല്ലാം നടത്താൻ കഴിയുന്നവൻ, അത് നടക്കും എന്ന് റബ്ബിന് തവക്കുൽ ചെയ്ത് പണിയെടുക്കണം. ഇമാം അബൂ ഹനീഫയുടെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും. അദ്ദേഹത്തിന് കുറെ ശിഷ്യന്മാരുണ്ട്. അദ്ദേഹം അവർക്കൊക്കെ ജോലി കൊടുക്കും. കച്ചവടക്കാരനായിരുന്നു, നല്ല കച്ചവടക്കാരനായിരുന്നു അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. അദ്ദേഹം വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റു വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്യാറുണ്ട്. അദ്ദേഹം ജോലിക്കാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും, ഇത് കൊണ്ട് വിറ്റിട്ട് വാ. അങ്ങനെ ഒരു ജോലിക്കാരൻ ഇങ്ങനെ പോയി അദ്ദേഹം യാത്ര ചെയ്ത്, അന്നങ്ങനെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തൊക്കെ അല്ലേ, ഒരു കാട്ടുപ്രദേശത്ത് കൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി. അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബിൽഡിങ്ങിനകത്തേക്ക് ആ ശിഷ്യൻ അവിടെ കയറി വിശ്രമിച്ചു. കുറച്ചു നേരം ഇരുന്നപ്പോ ആ ബിൽഡിങ്ങിന് പൊളിഞ്ഞ ആ മൂലയിൽ നിന്നൊരു സൗണ്ട് നോക്കുമ്പോ ഒരു കിളി ഇങ്ങനെ പറന്നു വരിക. കിളി വന്നൊരു ശബ്ദം ഉണ്ടാക്കിയപ്പോ ആ ചവറുകൾക്കുള്ളിൽ നിന്നൊരു പാമ്പ് ഇങ്ങനെ തല പൊതിച്ചു. അപ്പൊ ആ കിളി പാമ്പിന്റെ വായിൽ എന്തോ ഒരു പുഴു ഒന്ന് കൊണ്ടുവന്ന് കൊടുത്തു ഭക്ഷണം. ആ പാമ്പ് തിന്നു, അവിടെ ചുരുണ്ട് കിടന്നു. കിളി പറന്നുപോയി. അങ്ങനെ ഇയാളെ മെല്ലെ പേടിച്ച് ചപ്പൊക്കെ നീക്കി നോക്കിയപ്പോ പാമ്പിന്റെ നടുവില് മുറി പറ്റിയിരിക്കുക. പാമ്പിന് സഞ്ചരിക്കാൻ പറ്റൂല. അപ്പൊ ആ പാമ്പിന് 6 വർഷം കൂടെ കൊടുത്തു. ഈ കിളി തഞ്ചം കിട്ടിയാൽ കിളിയെ തന്നെ തിന്നും പാമ്പ്. അങ്ങനത്തെ പാമ്പിന് ഭക്ഷണം കൊണ്ട് കൊടുത്താൽ കിളി. അപ്പൊ ഇയാള് തീരുമാനിച്ചു, ഇനി ഞാൻ കച്ചവടത്തിന് പോകില്ല. മൂപ്പര് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, എന്തേ പോയില്ലേ? ഞാൻ ഇന്ന് കച്ചവടത്തിന് പോയി, ഞാൻ അള്ളാഹു തവക്കുൽ ചെയ്തു. അതെന്താ തവക്കുല? അപ്പൊ ഉണ്ടായ അനുഭവം പറഞ്ഞു. കണ്ടില്ലേ, ആ ശത്രുവായ പാമ്പിന് കിളി കൊണ്ടുവന്ന ഭക്ഷണം കൊടുക്കുന്നു. പാമ്പ് പണിക്കുപോയിച്ചാ ഇല്ലല്ലോ. അതേപോലെ എനിക്ക് എന്റെ റബ്ബ് എങ്ങനെയെങ്കിലും കൊടുത്തരും. ഇമാം അബൂ ഹനീഫ ചോദിച്ചു, എടാ മണ്ട, നീ ആ പാമ്പിനെ കുറിച്ച് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ, ആ കിളിയെ കുറിച്ച് ചിന്തിച്ചോ? നിനക്ക് ആ കിളി ആയിക്കൂടെ? ആ പാമ്പാകത്തിന് പകരം നിന്നെ കാത്ത് നിന്റെ കുടുംബങ്ങളും ആവശ്യമുള്ളതിന്റെ സമൂഹവും ഒക്കെ അല്ലേ നീ സമ്പാദിച്ചുകൊണ്ടെന്ന് അവർക്കൊക്കെ കൊടുത്തൂടെ? അതല്ലേ മുമ്പിന്റെ ബാധ്യത. മര്യാദ കച്ചവടത്തിന് വെക്കുമെന്ന് ഇമാം അബൂ ഹനീഫയുടെ ചരിത്രത്തിൽ രേഖപ്പെട്ടതായി കാണാൻ കഴിയും. അപ്പോ അധികം ആൾക്കാർക്ക് പാമ്പിന്റെ സ്വഭാവം ആരെ മാല പൊട്ടിച്ചിട്ടാണ്, എന്താ പെട്ടെന്ന് പണക്കാരനായിട്ട് മിണ്ടാതെ വീട്ടിലിരിക്കാൻ പറ്റുക, ഇതാണ് ഇപ്പോ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യണം. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ പറഞ്ഞാൽ മടിയന്മാരായി അലസന്മാരായി ഇരിക്കുക എന്നുള്ളതല്ല. ഇബാദത്തുകളുടെ ഏറ്റവും വലിയ ഇബാദത്തുകൾക്ക് വരുന്ന ഏറ്റവും വലിയ ആപത്ത് അലസത, മടി എന്നുള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ. അലസതയും മടിയും വരാതിരിക്കാൻ പടച്ചവനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശൈത്താനു ജാസിമുൻ അലാ ഖൽബി ബിനി ആദം. പിശാച് എപ്പോഴും മനുഷ്യന്റെ ശരീരത്തിലെ ഹൃദയത്തിലുണ്ട്. അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവൻ അള്ളാഹുവിനോട് അവൻ ഓർത്തു കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്താൽ, പടച്ചവനെ ഓർത്താൽ അവൻ അവിടുന്ന് ഒഴിഞ്ഞു പോകും. അവൻ അശ്രദ്ധനായി അലസനായിരുന്നാൽ അവന്റെ ഹൃദയത്തിൽ ഓരോ വസ്വാസുകള്, സംശയങ്ങള്, അലസത, മടി, വൈരാഗ്യം, പക, വിദ്വേഷം തുടങ്ങി ഓരോന്നിങ്ങനെ വസ്വാസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും അലർട്ടായിരിക്കണം, എപ്പോഴും ഉത്സാഹഭരിതരായിരിക്കണം, എപ്പോഴും ഉത്സാഹം. ഇപ്പോഴത്തെ കുട്ടികൾ ആഗ്രഹിക്കുന്നറിയോ? ഫുൾ ടൈം എൻജോയ്മെന്റ് അല്ലെ? എന്താ എൻജോയ്മെന്റ് ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ മൊബൈലിൽ ഉണ്ടല്ലോ ഫുൾ ടൈം അല്ലെ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ടൂർ പോവുക, എന്നിട്ട് എന്ത് സുഖം, രസം, ആനന്ദം കിട്ടാൻ എന്തൊക്കെ പറ്റുമോ അതൊല്ല, അതെല്ലാം ചെയ്യാന്നുള്ളതാണ്. എന്നാൽ ഒരു മുഅ്മിനുകളുടെ മനസ്സിലുണ്ടാവേണ്ടത്, ഏത് സമയവും എനിക്ക് യാത്ര പോകേണ്ടവനാണ്, എനിക്ക് സ്വർഗം കിട്ടണം. ഇതിനേക്കാളൊക്കെ എൻജോയ്മെന്റ് കിട്ടുന്ന സ്വർഗമാണത്. അതുകൊണ്ട് അവിടേക്ക് എന്താണ് നന്മകൾ ചെയ്യുക, ആരെയാണ് സഹായിക്കാൻ കഴിയുക, ആരെയാണ് നമുക്ക് സ്നേഹിക്കാൻ കഴിയുക, അങ്ങനെ നന്മകളിൽ വ്യാപൃതരാകണം. നന്മ അപ്പോൾ ഒരിക്കലും എന്തുണ്ടാവില്ല, അവർക്ക് ബോറടി ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു ശീലം നമ്മുടെ മക്കളിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ മടിയില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ടെൻഷനിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. വൽ അജ്സി വൽ കസൽ, ദൗർബല്യത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കോഴത്തരത്തിൽ നിന്ന്, അതുപോലെ കസല് മടിയിൽ നിന്നും അലസതയിൽ നിന്നും, വൽ ജുബ്നി ഭീരുത്വത്തിൽ നിന്നും, വൽ ബുഖ്ലി പിശുക്കിൽ നിന്നും, വഗളബത്തിൽ ദൈനി കടം എന്നിൽ വന്ന് മൂടുന്നതിൽ നിന്നും, വഖഹ്രി റിജാൽ ജനങ്ങൾ അക്രമികൾ തന്നെ വന്ന് ആക്രമിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത്രയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ത് ചെയ്യുക? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ൽ, അല്ലാഹുവേ മടിയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. മടി ഇല്ലാതാവാനുള്ള, മടി വന്നാലും മടി വരുന്നതിന് മുമ്പുമൊക്കെ പ്രാർത്ഥിക്കേണ്ട സംഗതിയാണ് അത്. കാരണം നിന്നെ എന്തെങ്കിലും ഒരു ആപത്ത് പ്രയാസം ബാധിച്ചാൽ അത് നിന്നെ നീക്കിക്കളയാൻ ഇല്ലാഹു അവനല്ലാതെ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? അതുകൊണ്ട് നീ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിനക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്തു തരാനും അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഏതൊരു രോഗമല്ല ഇറക്കിയിട്ടുണ്ടോ അതെല്ലാം മരുന്നുമല്ല നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ മടിയുണ്ടെങ്കിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അത് മടി ഉണ്ടെങ്കിലും മടി വരുന്നതിന്റെ മുമ്പുമൊക്കെ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഇറങ്ങിക്കഴിഞ്ഞ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ദുആ ഉപകാരിക്കും. ഇറങ്ങിയിട്ടില്ലാതെ നിനക്ക് വരാൻ സാധ്യതയുള്ള ഒരു ആപത്തിൽ നിന്ന് നിന്നെ കാത്തുരക്ഷിക്കാനും ദുആ കൊണ്ട് ഉപകരിക്കും. അപ്പൊ എനിക്ക് മടിയില്ലല്ലോ, വേണ്ട നീ എന്താ പ്രാർത്ഥിക്കാതിരിക്കണ്ട? മടി വരാതിരിക്കാൻ, മടി നിന്നവർക്കത് മാറാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ൽ, അല്ലാഹുവേ മടിയിൽ നിന്ന് അലസതയിൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലസതയും മടിയുമില്ലാതെ സദാ ഉന്മേഷവാന്മാരായി ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി പണിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه يحب ربنا ويرضى وصلى الله وسلم على نبينا محمد وآله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ മുഅ്മിനായി മുസ്ലിമായി മാത്രം ഈ ലോകത്തിൽ നിന്ന് വിട കൊള്ളണമേ എന്ന് സ്വന്തത്തോടൊന്നും പോലെ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. ലോകം വല്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും കലാപങ്ങളും കാലുഷ്യങ്ങളെ കൊണ്ടും ഇപ്പോൾ എല്ലാ കാലത്തും ക്രൂരന്മാരായിരുന്ന ഫാജിറുകളായ ധിക്കാരികളായ ഒരു സമൂഹമാണ് ജൂതന്മാരെന്ന് പറയുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അവരെ കുറിച്ച് യഹൂദി എന്നും അതുപോലെ തന്നെ അവരെ ജൂതി എന്നും അഹ്ലി കിതാബി എന്നും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായിട്ടാണ് അവകാശപ്പെടുന്നത്. എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനമെല്ലാം അവര് മാറ്റിമറിച്ച് ഉസൈർ നബി അലൈഹിസ്സലാം അള്ളാന്റെ മകനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. മാത്രമല്ല അവരുടെ ധാരണ നഹ്നു അബ്നാഉഹു വ അഹിബ്ബാഹു, ഞങ്ങൾ അള്ളാന്റെ മക്കളും അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമാണ് എന്നാണ് അവരുടെ വാദം. ഞങ്ങൾ ഒരിക്കലും നരകത്തിൽ കടക്കില്ല, ഇനി അഥവാ കടന്നാൽ തന്നെ കുറച്ച് ദിവസം കൊണ്ട് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നാണ് അവരുടെ വാദമായി വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതൊരിക്കലും അവരുടെ വാദങ്ങൾ അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. അവരിലേക്ക് ഒരാളെയും അവർ സ്വീകരിക്കൂല. എല്ലാ മതങ്ങളും വരുന്നവരെ സ്വീകരിക്കും, പക്ഷെ യഹൂദികൾ ഒരാളെയും പുതിയതായിട്ടല്ല ചേർക്കൂല. കാരണം ഞങ്ങളുടെ ബ്ലഡാണ് ശരിക്കുള്ള ബ്ലഡ്,
ഞങ്ങളെ വർഗം മാത്രമേ സ്വർഗത്ത് പോകും, ഞങ്ങളെ ശരിയായ ആളുകൾ, ഞങ്ങളിലേക്ക് ആരും വേണ്ട എന്ന ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. അവരാരെയും അംഗീകരിക്കൂല. മുസ്ലിങ്ങൾ എന്നും അവർ ശത്രുക്കളാണ്. കാരണം അവരുടെ ഈ ആശയങ്ങളെയും ആദർശങ്ങളെയും എതിർക്കുന്നവർ മുസ്ലിങ്ങളാണ്. പലിശയുടെ ആശാന്മാർ അവരാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പലിശ ബാങ്കുകളുടെ എല്ലാം കൺട്രോൾ അവരിലാണ്. മഹാപിശുക്കന്മാരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ അവരെ കുറിച്ച് പരിചയപ്പെടുന്നത്. ഭീരുക്കളാണ്. ആരെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ആര് എവിടെ വളർന്നാലും അവരെ നശിപ്പിക്കാൻ അവർ പരിശ്രമിക്കും. അങ്ങനെയാണ് അവരുടെ ചരിത്രവും ഇപ്പോൾ വർത്തമാനവുമെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ആയുധങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടും, ആയുധങ്ങൾ ഉണ്ടായിക്കൂട്ടും. കാരണം മരണഭയമാണ്. ആരെങ്കിലും ഞങ്ങളെ ഒരു കൊല്ലോ ചെയ്യുന്നത് ഇവരിങ്ങനെ ആയുധ ശേഖരണങ്ങളും സൈന്യങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ് ചരിത്രം പറയുന്നത്. അവർ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ആളുകൾ. കണ്ടില്ല, ഗസയിലെല്ലാം ചെയ്യാവുന്നതിന്റെ പരമാവധി പിഞ്ചു കുഞ്ഞുങ്ങളെ ഭക്ഷണം കാത്തു നിൽക്കുന്നവരെ വരെ നിർദാക്ഷിണ്യം വെടിവെച്ചു കൊന്ന ക്രൂരന്മാരാണ് അവർ. ഇപ്പോൾ ആ ഗസയെയും മറ്റും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനീതിയെ ചോദ്യം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവരോട് നമുക്ക് ആദർശപരമായി വിശ്വാസപരമായി നമുക്ക് വിയോജിപ്പുണ്ട്. അവർ സുന്നികളല്ല, അവർ ഷിയാക്കളാണ്. ഇപ്പോഴും നബിയുണ്ട് എന്ന്, അതേപോലെ തന്നെ അവര് അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അലി അള്ളാന്റെ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്നവരും ഷിയാക്കളിലുണ്ട്. അങ്ങനെ പല വിശ്വാസവുമുള്ള ഏറ്റവും പിഴച്ച വാദം ആണ് അവർക്കുള്ളത്. ഒരുപാട് സുന്നികളെ ഇറാഖിലേക്ക് അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ശത്രുവിനെതിരെ ശബ്ദിക്കാൻ ഒരു ശക്തി എന്നുള്ള നിലക്ക് നാം റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നസാറാക്കളും മുശ്രിക്കുകളും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ നസാറാക്കൾ ക്രിസ്ത്യാനികൾ ജയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം എന്താണ്? മുസ്ലിങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുശ്രിക്കുകളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ യഹൂദരെന്ന ആ ശക്തികൾക്ക്, ക്രൂരന്മാർക്ക് മുന്നിൽ അതിന് തടയായി അള്ളാഹു നിർത്തിയിട്ടുള്ള ഒരു രാജ്യം ആളുകൾ എന്നുള്ള നിലക്ക് അവരുടെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം. കാരണം എതിർക്കാൻ ആളില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെയും നീതിയുടെയും സംഘങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അക്രമികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മള് അലസന്മാരായി മടിയന്മാരായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാവരുത്. പറയേണ്ട സമയത്ത് പറയുകയും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അനുകൂലമായ, നീതിക്കും നന്മയ്ക്കും ധർമ്മത്തിനും അനുകൂലമായ ഒരു ലോക സാഹചര്യവും സന്ദർഭവും അള്ളാഹു ഉണ്ടാക്കുമാറാകട്ടെ. ആ കക്ഷികളെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ധാരാളം രോഗികളായ സഹോദരിമാര്, പല മാരകമായ രോഗങ്ങൾ ഡിക്ലെയർ ചെയ്യപ്പെട്ട ആളുകളും അതിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും എല്ലാം ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴാണ് ആർക്കാണ് എന്ത് രോഗമാണ് വരാൻ പറയാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ് ഇപ്പോൾ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വസയ്യിഇൽ അസ്ഖാം എന്ന് നിമിഷങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഭ്രാന്തിൽ നിന്നും വെള്ളപ്പാണ്ടിൽ നിന്നും അതുപോലെ മാരകമായ മോശമായ രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് നമ്മൾ എപ്പോഴും 5 നേരം പ്രാർത്ഥന ഉൾപ്പെടുത്തണം. اللهم إني أعوذ بك من البرص والجنون وسيء الأسقام. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشبه القنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
والإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا خلص المسلمين من مشارق الأرض إلى مغاربها من قهر أعدائك الكافرين من قهر أعدائك الظالمين من قهر أعدائك اليهوديين من قهر أعدائك اليهوديين من قهر أعدائك اليهوديين من قهر أعدائك النصرانيين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين توفنا وتوفى أهلنا بالمسلمين والحقنا بالصالحين وصلى الله وسلم على محمد وعلي والحمد لله رب العالمين.